ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എത്തിയ ഒരു വാർത്ത പ്രായപരിധി കഴിയാറായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു വാർത്തയായിരുന്നു. പക്ഷെ അത് വൈകി വന്ന ഒരു നീതിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻട്രി ആപ്പ് പ്രായപരിധി ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഉൾപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, സർവീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ പ്രായം 60 ഉയർത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും 4 വർഷത്തെ വയസ്സിളവിന് കൂടി ഉദ്യോഗാർത്ഥികൾക്ക് അർഹതയുണ്ടെന്ന് ഞങ്ങൾ ഊന്നി പറയുകയുണ്ടായി. പിന്നീട് കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കൂടി എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് എൻട്രി ആപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതെന്തുമായിക്കൊള്ളട്ടെ, നമുക്കിവിടെ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് പ്രായപരിധിയിലെ വർധനവ് വന്നപ്പോൾ ഇപ്പോൾ നമ്മളുടെ പത്രമാധ്യമങ്ങളൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. 41 തികഞ്ഞില്ലെങ്കിൽ 1/1/2026 41 തികഞ്ഞില്ലെങ്കിൽ 40 തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പരസ്പര വിരുദ്ധമായ വാർത്തകൾ കൊടുക്കുമ്പോൾ അവിടെ പിന്നോക്ക സമുദായങ്ങൾക്ക് എത്രമാത്രം വയസ്സിളവ് ലഭിക്കും, SC/STക്ക് എന്ത് വയസ്സിളവ് ലഭിക്കും, അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എത്ര വയസ്സിളവ് ലഭിക്കും, അത് തന്നെ വിവിധ തസ്തികകളുടെ വയസ്സിളവിൻ്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ധാരാളം സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. പ്രമുഖമായും ഈ വീഡിയോ അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടുള്ളതാണ്. നമുക്ക് നോക്കാം, കേരളം ഇന്ന് ഈ ഒരു ക്ലബിലേക്ക് ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രായപരിധി കൂട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് തെലങ്കാനയാണ്. 46 വയസ്സാണ് അവിടെ പ്രായപരിധി. 46 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റാണത്. ഗോവയിൽ 45 ഉണ്ട്, ആന്ധ്രാപ്രദേശിൽ 42, ഒഡീഷ 42, ഹരിയാന, ഉത്തരാഖണ്ഡ് 42, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഇവയ്ക്കൊപ്പം കേരളം കൂടി ചേർന്നിരിക്കുന്നു. പ്രായപരിധി 40 വയസ്സാക്കി ഉയർത്തിയിരിക്കുന്നു. ഇവിടെ നമുക്ക് പത്രമാധ്യമങ്ങൾ വഴി കിട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഉയർന്ന പ്രായപരിധി 36 നിന്ന് 40 ഉയർത്തി എന്നതാണ്. ഇത് സംബന്ധിച്ച വിശദമായ ഗവൺമെൻറ് ഓർഡർ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്തായിരിക്കും, അതായത് ഇത് 2026 വിജ്ഞാപനങ്ങൾക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ, അതോ 2025 നമുക്കറിയാം 2025 PSC 902 കാറ്റഗറികളിലേക്കുള്ള വിജ്ഞാപനങ്ങളിലൂടെ റെക്കോർഡ് സൃഷ്ടിച്ച വർഷമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി 2026 മുതലാണ് ഇതിന് ഇഫക്റ്റ് കിട്ടുന്നതെങ്കിൽ ഇനി വരുന്ന വിജ്ഞാപനങ്ങൾക്ക് മാത്രമേ അത് ബാധകമാകുകയുള്ളൂ. എനിക്ക് PSCയുടെ ഒരു സൈലൻസ് കൂടെ നോക്കുമ്പോൾ ഇത് ജിയോ വായിച്ച് നോക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാൻ കഴിയും ഇത് 2026 മുതലായിരിക്കും ഇതിൻ്റെ എഫക്റ്റ്. കാരണം PSC ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയിട്ടും ഒരു വിജ്ഞാപനവും പുറപ്പെടുവിക്കാതിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് കാത്തിട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോഴവിടെ 2025 പ്രാബല്യമുണ്ടോ എന്നത് നമുക്ക് ജിയോ പരിശോധിച്ച ശേഷം പിന്നീട് നമുക്കതേപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ 2026 ഫോക്കസ് ചെയ്തുകൊണ്ട് 2026 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ചില തസ്തികകളിലെത്തുകൊണ്ട് LDC, LGS, ഓഫീസ് അറ്റൻഡൻസ് സെക്രട്ടറിയേറ്റ് PSC, അതുപോലെ തന്നെ LSGD സെക്രട്ടറി, ഇതൊക്കെ 2026 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള തസ്തികകളാണല്ലോ. അതുപോലെ LP UP അസിസ്റ്റൻറ്റ് 2026 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നതാണ്. ഇവയ്ക്കൊക്കെ എങ്ങനെയാണ് ഈ പ്രായപരിധി സ്വാധീനിക്കുക, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അത് അറിയാനുള്ള ഒരു ഉത്സാഹമുണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ LDC, LGS, ഓഫീസ് അറ്റൻഡൻറ്റ് സെക്രട്ടറിയേറ്റ് PSC എന്നിവയിലേക്കുള്ള, അതുപോലെ തന്നെ LSGD സെക്രട്ടറി, ഇവയ്ക്കൊക്കെ തന്നെ നിങ്ങൾക്കറിയാം നേരത്തെ നിലവിലിരുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 18-36. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ തസ്തികളെ സംബന്ധിച്ചിടത്തോളവും അത് 18-40 മാറുകയാണ്. 2026 ഡിസംബർ 31 വരെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ
അവിടെ PSC പറയുന്നത് എന്തായിരിക്കും? 2/1/1990 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറയുക. ജനറൽ കാറ്റഗറിയെ സംബന്ധിച്ചതായിരിക്കും അവർ പറയുക. പഴയ പ്രായപരിധി ആയിരുന്നെങ്കിൽ, അതായത് ഈ പറഞ്ഞ പോലെ 18-36 ആയിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ആ സ്ഥാനത്ത് ഈ 2/1/1990 പകരം 2/1/1986 എന്നായിരിക്കും 2026 ഈ പരിഷ്കരണത്തിന് ശേഷം വരുന്ന വിജ്ഞാപനങ്ങൾ രേഖപ്പെടുത്തുന്നത്. അവിടെ 4 വർഷം, ഇവിടെ നിന്നും 4 വർഷം മുൻപ് ജനിച്ച ഉദ്യോഗാർത്ഥിക്ക് പോലും ജനറൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നു. പക്ഷേ 18 വയസ്സ് കറക്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് 1/1/2008 ആയിരിക്കും. അപ്പോഴാ മാറ്റം മനസ്സിലായല്ലോ, ആ മാറ്റം വ്യക്തമാണല്ലോ. അടുത്തതായി SC/ST. അതുപോലെ തന്നെ SC/STയിൽ നിന്ന് പ്രായപൂർത്തിയായ ശേഷം കൺവെർട്ട് ചെയ്ത് മറ്റു മതങ്ങളിലേക്ക് പോയവർ, അവരുടെ സന്തതി പരമ്പരകൾ, ഇവർക്കൊക്കെ 5 വർഷത്തെ വയസ്സിളവാണുള്ളത്. അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ പ്രായപരിധി 36 ആയിരുന്നപ്പോൾ സ്വാഭാവികമായി 36 5 41 വർഷമേ അവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോഴത് 40 ആയപ്പോൾ 40+5 45 വയസ്സ് വരെ അവർക്ക് വയസ്സിളവ് ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്കും SC/STയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മറ്റു മതങ്ങളിലേക്ക് പോയവർക്കും ആ ഒരു ആനുകൂല്യം കിട്ടും. അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ 2/1/1985 മുതൽ 1/1/2008 വരെ ജനിച്ച SC/ST അല്ലെങ്കിൽ അതിൽ നിന്ന് കൺവെർട്ട് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇത് ബാധകമല്ല, ഇതാണ് ബാധകം. അപ്പോൾ SC/STയുടെ ആ ഒരു സ്റ്റാറ്റസ് ഒന്ന് നോക്കൂ. 2/1/1981 ജനിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും. ആ 2/1/1981 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ SC/STയിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് വന്ന ആൾക്കാർ, ഇവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവരിപ്പോൾ ഈ 45 വയസ്സെന്ന് പറയുന്നുണ്ടല്ലോ, ആക്ച്വലി പല വിജ്ഞാപനങ്ങളിലും ഇവർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജനറൽ റൂൾസിൽ അവിടുത്തെ പാരഗ്രാഫ് 2 കാര്യം പറയുന്നുണ്ട്. അതായത് SC/STയെ സംബന്ധിച്ചിടത്തോളം ഒരു തസ്തിക, അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിൽ താഴ്ന്നതാണെങ്കിൽ ആ നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയും SC/ST കൺവെർട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി ആ തസ്തികയുടെ യോഗ്യത ഒരു ഡിഗ്രി ആണെങ്കിൽ അവിടെയും 51 വയസ്സ് 50 വയസ്സ് വരെ വയസ്സിളവിന് SC/ST കൺവെർട്ടഡ് വിഭാഗങ്ങൾക്ക് അർഹതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പലരും ഇത് മനസ്സിലാക്കുകയോ ഇതിനനുസരിച്ച് അപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ചില തസ്തികകളിൽ ഇത് പറ്റില്ല എങ്കിൽ ഇന്ന പാരഗ്രാഫ് ഇതിന് ബാധകമല്ല എന്നവർ പറയും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ സ്വാഭാവികമായും 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 2026 അപ്ലൈ ചെയ്യുമ്പോൾ 2/1/1981 മുതലുള്ളവർക്ക് സ്വാഭാവികമായി അപ്ലൈ ചെയ്യാൻ കഴിയും 45. പക്ഷേ 5 വർഷം മുൻപ് ജനിച്ചവർക്കും ഞാൻ ഈ പറയുന്ന ജനറൽ റൂൾസിലെ പാര 2, 3 എന്നിവ ബാധകമാകുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് ബാധകമാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ബാധകമാകുന്നതാണെങ്കിൽ അവർക്ക് 50 വയസ്സ് വരെയും ഡീസൻ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് അയക്കാൻ കഴിയും. പിന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലേക്ക് വരുമ്പോൾ 3 വർഷമാണല്ലോ. നമുക്കിപ്പോൾ ഇത് വരുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഈ വർഷം ഇതൊന്നും വന്നില്ല എങ്കിൽ അവർ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുക 2/1/87 മുതൽ 1/1/2008 വരെ. അതായത് 2/1/87 1/1/2008 ഇടയിൽ ജനിച്ചവർ എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ ഉൾപ്പെടെയാണ് എന്നായിരിക്കും പറയുക. പക്ഷേ ഇവിടെ അത് മാറി. 87 പകരം 2/1/83 മുതൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ പരിധി എന്തായാലും 18 വയസ്സാണ്. 1/1/2008 ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും
നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ പോസ്റ്റുകളിൽ, ആ ജനറൽ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാനിത് പറയുന്നത്, ഈ നോട്ടിഫിക്കേഷനൊക്കെ ഈ വർഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ വരുമെന്നല്ല പറയുന്നത്, കുറച്ച് കഴിഞ്ഞേ വരൂ. പക്ഷേ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പലരും ഏജ് ഓവർ ആയല്ലോ എന്നത് കരുതി പുസ്തകങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടുകൂടി PSC ടെസ്റ്റ് കാണുന്നത് പോലും ദേഷ്യമായിട്ട് നിന്നവരാണ്. അവരുടെ മുന്നിലേക്ക് ഈ സുവർണാവസരം വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടി തട്ടിക്കൊടഞ്ഞെടുക്കണം. അവയൊക്കെ പഠിച്ചെടുക്കണം. നമുക്ക് നേടണം. ദൈവം നമ്മുടെ മുന്നിലേക്ക് തന്ന ഒരു അവസരമായിട്ട് ഇതിനെ കരുതണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് ഈ ഡേറ്റ്. ഇങ്ങനെ ഒരു ഓർഡർ വന്നു, അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാ, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പക്ഷേ അതിലുപരി പ്രായോഗികമായിട്ട് നാളെ ഇതിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കണ്ടേ? അതാണ് വേണ്ടത്. അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ ചോദിക്കും, സാറ് നേരത്തെ 18:36 ആയിരുന്നു, അത് 18:40 മാറുന്നതായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടീച്ചിങ് പോസ്റ്റിന് നേരത്തെ 18:40 തന്നെ ആയിരുന്നല്ലോ, അതപ്പോഴെങ്ങനെ മാറും? ആനുപാതികമായിട്ട് അതിന് മാറ്റം ഉണ്ടാകേണ്ടതല്ലേ? ഉണ്ടാകേണ്ടതാണ്. അവിടെ നോക്കൂ, 18:40 ഓൾഡ് ഏജ് ലിമിറ്റ്. അതനുസരിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നെങ്കിൽ 2/1/86 മുതലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 4 വർഷം മുൻപ് ജനിച്ചവർക്ക് കൂടി അപേക്ഷിക്കാൻ കഴിയുന്നു. 2/1/1982 മുതൽ 1/1/2008 വരെ. സന്തോഷമായില്ലേ? അത്രയും ആൾക്കാരെ കൂടി അത് ഉൾക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ SC STയിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരെ സംബന്ധിച്ച് അവർക്ക് ആക്ച്വലി 40 ഉണ്ട്. അതിനോട് 5 വയസ്സുള്ള വരുമ്പോൾ ആക്ച്വലി അവർക്ക് എന്താണ് വരിക? ആക്ച്വലി അവർക്ക് നേരത്തെ കിട്ടുമായിരുന്നു 40 + 5 45 ആയിരുന്നു കിട്ടുക. പക്ഷെ ഇവിടെ ആ 40 എന്നുള്ളത് 44 മാറിയല്ലോ. അവിടെ നേരത്തെ 40 എന്ന് പറഞ്ഞിരുന്നത് 44 മാറി. ആ സാഹചര്യത്തിൽ 44 + 5 വരിക, 49. കണ്ടോ, 50 വയസ്സിൻ്റെ അടുത്തെത്തുന്നു. 49 വയസ്സ് വരെയുള്ള SC ST കാൻഡിഡേറ്റിനും അതിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് വന്നവർക്കും ഇവിടെ അപേക്ഷിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ 2/1/1977 മുതൽ 1/1/2008 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എവിടെ ലഭിക്കുകയാണ്? ഈ ടീച്ചിങ് പോസ്റ്റുകൾ ലഭിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ തസ്തികകളൊക്കെ തന്നെ 2026 നോട്ടിഫിക്കേഷൻ വരുന്നവയാണ്. അപ്പോൾ തീർച്ചയായും ഇതിനൊക്കെ ഒരു ഇരട്ടി മധുരമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻസെൻറ്റീവ് കൂടെ ഞാൻ പറയുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണം DA ഒക്കെ കുറേ പെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ DA എല്ലാം സർക്കാർ അനുവദിച്ചു. ഇനി ഒന്നും ഒരു പെൻഡിങ്ങും ഇല്ല. ഇപ്പോൾ 35% DA. 1000 രൂപ ബേസിക് പേ വാങ്ങുമ്പോൾ 350 രൂപ DA, 35% DA നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ സർക്കാർ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു പേ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ സാലറി സ്കെയിലൊക്കെ തന്നെ ഏകദേശം ഒരു 35 മുതൽ 40% വരെയൊക്കെ ഉള്ളൊരു വർധനവ് നിങ്ങളൊക്കെ ജോലിയിൽ കയറുന്ന സമയത്ത് ഉണ്ടാകും. അതും ഒരു ഇൻസെൻറ്റീവായിട്ട് കരുതുക. കാരണം സാമ്പത്തികം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് നല്ല ശമ്പളം കിട്ടുക എന്നുള്ളതും പ്രമുഖമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോഴവിടെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു അഡ്വൈസ് മെമ്മോ, PSCയുടെ ഒരു അഡ്വൈസ് മെമ്മോ, ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ലെറ്റർ, ഇത് തന്നെയാകണം നമ്മുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ആ സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മളതിനായി ധാരാളം പുസ്തകങ്ങൾ വായിച്ച് തള്ളുമ്പോൾ അവയൊക്കെ വളരെ രസകരമായ എൻ്റർടൈനറുകളായി, രസകരമായ നോവലുകളായി, രസകരമായ കഥകളായി നമുക്ക് അനുഭവപ്പെടും. കഥകൾ, അതുപോലെ ഈ നോവലുകൾ, ഇവയുടെ കാര്യങ്ങൾ, കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഏതൊരു പരീക്ഷയും നിങ്ങൾക്ക് തൻ്റെ ഇടത്തോടെ നേരിടാൻ കഴിയും. അപ്പോൾ ഇവിടെ അല്പം വൈകിയാണെങ്കിലും സർക്കാർ എടുത്ത ഈ തീരുമാനത്തെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. അതിനുവേണ്ടി ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2025 വിജ്ഞാപനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ പോലും, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജിയോ വരുമ്പോഴേ അറിയാൻ പറ്റൂ. അത് സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2026 വിജ്ഞാപനങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും.
അതുമാത്രമല്ല മറ്റുദ്യോഗാർത്ഥികൾക്കും ഇവിടെ നമുക്കറിയാം 2025 18 വയസ്സ് തികയാതെ അപേക്ഷിക്കാൻ കഴിയാതിരുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ 2026 വിജ്ഞാപനം വരുമ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നു. അപ്പോൾ അവർക്കൊരു കന്നി അംഗത്തിലൂടെ തന്നെ അവർക്ക് ജോലി ലഭ്യമാക്കാനുള്ളൊരു അവസരവും വരുന്നു. അപ്പോൾ ഇതൊക്കെ അവസരങ്ങളായി മാറ്റട്ടെ. യങ് ജനറേഷൻ ആകട്ടെ, അതുപോലെ തന്നെ ഏജ് ഓവറാകാറായി നിൽക്കുന്നവരാകട്ടെ, ഇതിനിടയിലുള്ളവരാകട്ടെ, എവിടെയും പഠനം തന്നെയാണ് മുഖ്യം. നമ്മുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസമാണ് പ്രധാനം. ഈ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തി നമുക്ക് മുന്നോട്ട് പോകാം. 2026 2027 നിങ്ങൾ സർക്കാർ സർവീസിൽ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിച്ച് അതിൽ നിന്ന് ശമ്പളം വാങ്ങി നിങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് അതിൻ്റെ ഒരു വിഹിതം നൽകി അവരുടെ ആ സന്തോഷം ഏറ്റുവാങ്ങുന്ന ആ ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ. ഗുഡ് ബൈ.